നമ്മുടെ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ കുറേ ഇതുണ്ടല്ലോ, അവിടുത്തെ കാര്യം തന്നെ ഒത്തിരി ഉണ്ട്. കാണാൻ ഞാൻ നോക്കി 2-3 പ്രാവശ്യം നോക്കിയിട്ടും പറ്റിയില്ല. എനിക്കതിന് മാത്രമുള്ള പിടിപാടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കയറിക്കണ്ട്. അന്ന് ഇവിടെ പര്യടനമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കാണാനൊന്നും പറ്റിയില്ല. അതിനുള്ള സപ്പോർട്ടുകൾ നമുക്കില്ല. നമസ്കാരം. മേയർ യദു തർക്കത്തിൽ യദു എന്ന KSRTCയുടെ താൽക്കാലിക ഡ്രൈവർ പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മാസക്കാലത്തിലധികമായി. ഇപ്പോഴും യദുവിന് ജോലി എന്നുള്ളത് കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു, ഒരു സ്വപ്നം മാത്രമായി തീർന്നിരിക്കുന്നു. ഇനി എന്നെങ്കിലും KSRTCയിലേക്ക് യദുവിന് ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. താൽക്കാലിക ഡ്രൈവറായ യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുമില്ല, ജോലിയിലേക്ക് തിരിച്ചെടുക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കാത്തത് എന്നുള്ള കാരണം ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് യദുവിൻ്റെ പേരിൽ പോലീസ് കേസുണ്ടല്ലോ, പോലീസ് അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ബാക്കി നടപടികൾ കൈക്കൊള്ളാം എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു സാധാരണക്കാരന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് മാർഗം എന്നാണ് ഇപ്പോൾ പൊതുജനം ആലോചിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുകൊണ്ടുപോയ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു യദു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ചേർന്ന് സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ യദു ഓടിച്ചിരുന്ന KSRTCയുടെ ബസ്സിന് കുറുകെ കൊണ്ടുവന്ന് അവരുടെ കാറിട്ട് ബസ് തടഞ്ഞു നിർത്തുകയും ബസ്സിലെ യാത്രക്കാരെ നിർബന്ധപൂർവ്വം വഴിയിൽ ഇറക്കി വിടുകയും ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുകയും ഡ്രൈവറായ യദുവിനെ അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ളതാണ് യദു കൊടുത്തിരിക്കുന്ന കേസ്. എന്നാൽ മേയറെയും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLAയും മറ്റ് കൂട്ടുകാരെയും കൂടി അവർ സഞ്ചരിച്ചിരുന്ന കാറിൽ മുന്നോട്ട് പോകുവാൻ യദു ബസ്സിൽ സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ യദുവിനെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം. പോലീസിൽ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും അതീവ ഗുരുതരമായ മറ്റൊരു കാര്യം കൂടി യദുവിൻ്റെ മേലിൽ അവർ ചാർത്തിയിരിക്കുന്നു. യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിൽ ഇരുന്നു കൊണ്ട് മേയർക്കെതിരെ ലൈംഗികമായ ചേഷ്ട കാണിച്ചു, അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് ആര്യ രാജേന്ദ്രൻ കേസ് കൊടുത്തിരിക്കുന്നത്. തന്നെ തൻ്റെ വികാരത്തെ, തൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു യദുവിൻ്റെ പെരുമാറ്റം എന്നാണ് അവർ പറഞ്ഞത്. യദുവിനെതിരെ ഇത്തരം നിരവധി കേസുകൾ നിലവിലുള്ളപ്പോൾ യദു കൊടുത്ത കേസിൽ പോലീസ് യാതൊരു തരത്തിലും ഒരു നടപടിയുമില്ലാതെ ആ കേസിൻ്റെ മുകളിൽ പേപ്പർ വെയിറ്റ് കയറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് കോടതി ഇടപെട്ടു. എന്തുകൊണ്ടാണ് മേയർക്കെതിരെയും സച്ചിൻ ദേവ് MLAക്കെതിരെയും നിങ്ങൾ കേസെടുക്കാത്തത് എന്ന് ചോദിച്ചത് കൊണ്ടാണ് പോലീസ് അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായത്. എന്നാൽ അവർ വിളിച്ചു വരുത്തി കാര്യക്ഷമമായ രീതിയിൽ മൊഴിയെടുക്കാനോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ 2 മാസമായിട്ടും പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അധികാരവർഗത്തിൻ്റെയും സ്വാധീനവർഗത്തിൻ്റെയും കയ്യിലെ പാവകളായി മാറുന്ന പോലീസ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. യദു ജോലിയില്ലാതെ പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ 27-ാം തീയതി വരുമ്പോൾ 2 മാസമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 2-ാം തീയതിയാകുന്നു. 2 മാസം കഴിഞ്ഞിട്ടും ഒരാളുടെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വകുപ്പ് മന്ത്രിക്കോ പോലീസിനോ ഒന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പട്ടിണി കിടന്ന് നരകിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ കാണുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും സാധിക്കുന്നില്ല, പൊതുജന സമൂഹത്തിനും സാധിക്കുന്നില്ല. തൻ്റെ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് യദു KSRTC വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറിനെ കാണുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് യദുവിനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. യദു അവർക്ക് നിവേദനം കൊടുത്തിട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ യദു ശശി തരൂരിനെ കാണുവാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനെ കാണുവാൻ സാധിച്ചാൽ തൻ്റെ ഈ ദുർഗതിക്ക് ഒരു മാറ്റം വരും എന്നാണ് യദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഏറെ തിരക്കുകളുള്ള മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, 2 വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. തൃശ്ശൂരിൻ്റെ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന് നോക്കാനുണ്ടാകും. എങ്കിലും എൻ്റെ പ്രശ്നം താൻ സുരേഷ് ഗോപിയുടെ അടുത്ത് പറയും എന്ന് തന്നെയാണ് യദു പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപിയോ ശശി തരൂരോ തൻ്റെ വിഷയത്തിൽ ഇടപെട്ട് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ യദു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇനി തൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ ഈ പറഞ്ഞ ആർക്കെങ്കിലും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഇത് വിശ്വസിക്കുന്നു. എന്തായാലും ശശി തരൂരിനെ കാണുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. തനിക്ക് മറ്റു രാഷ്ട്രീയ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള അധികാര സ്ഥാനങ്ങളിലുള്ള ആളുകളുമായോ ഒരു കൂട്ടുകെട്ടുമില്ലാത്തതിൻ്റെ പേരിൽ ഇതെങ്ങനെ സാധിക്കും എന്നറിയില്ല എന്ന് തന്നെയാണ് യദു പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ യദുവിൻ്റെ ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യദു സുരേഷ് ഗോപിയെ കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എങ്ങനെ
സാധ്യമാകും എന്നുള്ളത് യദുവിന് ഇപ്പോഴും യാതൊരു ഊഹവുമില്ല. എന്തായാലും സുരേഷ് ഗോപിയോ ശശി തരൂരോ അങ്ങനെയുള്ള ആരെങ്കിലുമായി ഇടപെട്ട് യദുവിൻ്റെ ഈ വിഷയം തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ഇടപെട്ടാൽ ഈ പ്രശ്നം തീരില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇത് അറിഞ്ഞു കാണുമോ ഇല്ലയോ എന്നുള്ളത് തനിക്കറിയില്ല. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല. എന്തിനാണ് മുഖ്യമന്ത്രി ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ജീവിത പ്രശ്നമാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, അവന് 7 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അവനെ വളർത്താൻ വേറെ മാർഗമില്ല. അപ്പോൾ എനിക്ക് ജോലി തിരിച്ചു കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ്. സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സമുന്നതരായ ആരെങ്കിലും നേതാക്കൾ ശ്രമിച്ചിട്ട് എനിക്ക് ജോലി കിട്ടണം എന്ന് തന്നെയാണ് യദുവിൻ്റെ ആവശ്യം. സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ശശി തരൂരോ ആരെങ്കിലും അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട ആരെങ്കിലും മാധ്യമത്തിലൂടെ ഈ വാർത്ത അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും യദുവിൻ്റെ വിശേഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യദു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പാർട്ടിയിൽ നിന്ന് തന്നെ അവരെ സൈഡിൽ നിന്ന് തന്നെ രൂക്ഷ വിമർശനം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പാർട്ടിയിൽ നിന്ന് വരണതുമായിട്ടല്ലല്ലോ, നമുക്കിപ്പോൾ ജോലി നഷ്ടമായില്ലേ. ഇത്രയും ദിവസം 2 മാസവും ഏതാനും ദിവസങ്ങളുമായി നമ്മൾ ഒരു പരാതി കൊടുത്തിട്ട് പോലും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും കണ്ടിട്ട് എന്നെ ജോലി തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ പരാതി കൊടുത്തിട്ട് പോലും 4-5 ദിവസമായി. അതിന് പോലും ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാർട്ടിയിൽ ഇതേപോലെ തീരുമാനങ്ങളൊക്കെ എടുത്തത് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ എൻ്റെ ജോലി കിട്ടിയേനെ. ആദ്യമേ ഇങ്ങനത്തെ തീരുമാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ ആദ്യമേ. അപ്പോൾ ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ 5 ദിവസമായെന്ന് തോന്നുന്നു ഈ ലെറ്റർ കൊടുത്തിട്ട്. ഗണേഷ് കുമാറിനെ കണ്ടില്ലല്ലോ? കണ്ടില്ല. പി എസിന് കൊടുത്താൽ മതി. ഗണേഷ് കുമാർ സാറിനെ കാണും പോലെ തന്നെ പി എസ് സാറ് ഇല്ലായിരുന്നു. സാറ് ഇതിൻ്റെ നിയമസഭ ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ ഇതിലായിരുന്നു. ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നില്ലല്ലോ? ഇല്ല, ഇതുവരെയും വന്നില്ല. തിരക്കിയായിരുന്നോ പിന്നെ അതിനെക്കുറിച്ച്? തിരക്കാണെന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ അവരകത്തോട്ട് കയറ്റി വിടുന്നില്ലല്ലോ. ഇപ്പോൾ നേരത്തെ കയറ്റി വിടുമായിരുന്നു, ഇപ്പോൾ കയറ്റി വിടുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ MLA ആയിരുന്ന സച്ചിൻ ദേവ് മന്ത്രിയാവാതിരിക്കുകയായിരുന്നു. പുള്ളിക്ക് ഈ ഒരു പ്രശ്നത്താൽ ആ ഒരു ഇത് അവിടെ പിടിച്ച് നിർത്തി വെച്ചേക്കുകയാണ്. അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നോ? എനിക്ക് അത് വാർത്തയിൽ കേൾക്കുന്നതായിട്ട് മന്ത്രിസ്ഥാനം കേളുവോ എന്നല്ലേ പറഞ്ഞത്? അതെ, പകരത്തിന് കേളു എന്ന് പറഞ്ഞൊരു മന്ത്രിയാണ് ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ദേവസ്വം വകുപ്പാണെന്ന് അത് കേട്ടായിരുന്നു, വാർത്തയെ കേട്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ജോലി ഇപ്പം 2 മാസത്തിൽ പുറത്തായല്ലോ, ഇനിയും ഒരു താമസിച്ച് കഴിഞ്ഞാൽ വേറെ ജോലിക്ക് കയറാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വേറെ ജോലിക്ക് കയറുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ പട്ടിണി കിടന്ന് ചത്ത് കഴിഞ്ഞാലും ഈ മറുപടി ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ 5 കൂട്ടരും പറയേണ്ടിയിരിക്കുന്നു. ഇതിന് ഉത്തരവാദി ഇവരിത്രയും പേരാണ്. ഇനി എന്തെങ്കിലും ഒരു സമരമുറയായിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ അവിടെ അങ്ങനെ എന്തെങ്കിലും പോകാൻ? ഞാൻ അങ്ങനെയൊക്കെ പോയാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാനായാലും കുറേ ജനങ്ങളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് സമരം ചെയ്യേണ്ട ആവശ്യവും ആളുകൾ വന്നിട്ട് അന്ന് തന്നെ കണ്ടില്ലേ, ആളുകൾ നോക്കിയിട്ട് പോയിട്ട് ചോദിച്ചേട്ടാ എന്താണ് കേസ് എന്നുള്ളത് ചോദിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞ കേട്ടില്ലേ, ഇതിൽ തെറ്റുകാരായിട്ടുള്ള നമുക്കെല്ലാവർക്കും മനസ്സിലായി ആ സെക്രട്ടറിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. തെറ്റുകാരായിട്ടുള്ളവർ ജോലി ചെയ്യില്ലേ, പിന്നെ നിനക്ക് ഏതെങ്കിലും ജോലിക്ക് കയറിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോന്ന്, KSRTC എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല, തിരിച്ചെടുക്കാനുള്ള ഒരു മനസ്സാക്ഷി പോലും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? KSRTC തിരിച്ചെടുക്കുന്നതിന് നമുക്ക് ജോലി ചെയ്യാതെ ഇരിക്കാനേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വേറൊരു ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റൂല. എന്നാൽ KSRTC മാറ്റിവിട്ടാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാതെ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതിപ്പം നിങ്ങളിപ്പം ഗണേഷ് ഗതാഗത മന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടും അല്ലെങ്കിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത വേറെ എന്തെങ്കിലും ജോലി തിരിച്ചു കിട്ടാൻ അടുത്ത് എന്തിനാണ്? കോടതി വഴി എന്തെങ്കിലും വക്കീലിൻ്റെ അടുത്ത് ചോദിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ജനകീയമായിട്ട് ജനങ്ങൾ പലരിടത്തും നിന്ന് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ടല്ലോ എൻ്റെ അവസ്ഥയെ പോലെ, പാവപ്പെട്ടതായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ. അവരൊക്കെ അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അത് ഓരോ ചാനലുകളൊക്കെ വന്ന്
നിങ്ങളൊരു താൽക്കാലിക ജീവനക്കാരനാണ് KSRTC-യില്. പക്ഷെ നിങ്ങളെ മാറ്റി നിർത്താനോ സസ്പെൻഷൻ ചെയ്യാനോ അവർക്ക് പറ്റത്തില്ല. അങ്ങനെയാണ് അതിന്റെ നിയമം. അങ്ങനെയാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ സസ്പെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞു വിടാനേ പറ്റത്തുള്ളൂ നിങ്ങളെ. അപ്പൊ ഇത് നിങ്ങൾ KSRTC-യിൽ അവിടെ പോയപ്പോ സംസാരിച്ചില്ലായിരുന്നു? അവരുമായിട്ട് ഇതിനെ പറ്റി സംസാരിച്ചില്ല? ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു വിടാൻ നീ തെറ്റുകാരനല്ലെന്നാണ് പറഞ്ഞത്. PS പറഞ്ഞ കേട്ടില്ലായിരുന്നു. നീ തെറ്റുകാരനല്ലല്ലോ എന്നെ പറഞ്ഞു വിടാനെന്ന് വെച്ചാൽ എന്നല്ലേ പറയണത്. ജോലി തരാത്തെന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വിഷയം നടക്കുന്നതുകൊണ്ട് അവർക്ക് തരണമെന്ന ആഗ്രഹം ഉണ്ടായാലും മേളിൽ നിന്നുള്ള പ്രഷർ എന്നാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, അവര് പറയുന്നില്ലേ അറിയാം. ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ഒരുപോലെ വിമർശനം കേട്ട രണ്ടുപേരാണ്. ഒന്ന് തിരുവനന്തപുരം മേയറും, രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇവരെ രണ്ടുപേരെയും ഭരണവും അവരുടെ പ്രവൃത്തിയും മാധ്യമങ്ങളോടുള്ള സമീപനവും ജനങ്ങളോടുള്ള സമീപനവും ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു പരാതിയുമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. മുഖ്യമന്ത്രി ഇതിൻ്റെ ഇടയിൽ ഒന്നുമല്ല. മുഖ്യമന്ത്രി ഇതിൻ്റെ ഇടയിൽ കുറ്റക്കാരനല്ലല്ലോ. ഇവർ ഈ റോഡിൽ കിടന്ന് ഇത് കാണിച്ചതിന് മുഖ്യമന്ത്രി എന്തെങ്കിലും അല്ല, മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനം എടുക്കാമല്ലോ. അതാണല്ലോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയത്. തീരുമാനം ശരിയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മുഖ്യനായിട്ടുള്ള ഒരാളല്ലേ, തീരുമാനമെടുക്കാം. പക്ഷേ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അതൊക്കെ നമ്മൾ ഓരോരുത്തർ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പിന്നെ അതിന് അതല്ല പാർട്ടി, അത് വേറെ പാർട്ടിയുടെ കാര്യമല്ല. ഈ വ്യക്തികൾക്കെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞാലേ എടുക്കുള്ളൂ എന്ന് അങ്ങനെ ഉണ്ട്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിയമ നടപടി എടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തുള്ള അവർ കുറേ വിട്ടുവീഴ്ചയൊക്കെ പോലീസുകാർ ചെയ്യുന്നതാണ്. അല്ലാതെ പിന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാര്യമില്ല. അല്ലെങ്കിൽ ഇത് അവർ തെറ്റുകാരല്ലെങ്കിൽ മേയർ രാജിവെച്ചിട്ടേ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നിട്ട് ഇപ്പം എന്നെ മാറ്റി നിർത്തിക്കണല്ല. തെറ്റുകാരനല്ലെന്ന വല്ല തെളിഞ്ഞിട്ട് പോലില്ല. തെറ്റുകാരനാണെന്ന് തെളിയുന്നവരെ ഇവർക്ക് എന്നാ ജോലിയിൽ എടുക്കായിരുന്നു. തെളിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്നെ പറഞ്ഞുവിടാം. അത് ചെയ്യുന്നില്ലല്ലോ. ഗതാഗത വകുപ്പ് മന്ത്രിയായാലും അത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഇങ്ങനെ കുറേ നാളൊരു ജോലിയില്ല നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയുമോ? അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വന്ന് നിനക്ക് വേറെ പണിയില്ലടാ, നിനക്ക് വേറെ ഇത് കളഞ്ഞിട്ട് നിനക്ക് പണിക്ക് പൊക്കൂടെ എന്ന് അങ്ങനെ ആരെങ്കിലും മോശമായ രീതിയിലോ അല്ലെങ്കിൽ നീ ഇങ്ങനെ മോശമായിട്ടല്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് നീ ഇത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകും, നീ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ജോലി ചെയ്തിട്ട് നിങ്ങളിങ്ങനെ കേൾക്കേണ്ട കാര്യമുണ്ട് എന്ന് പാർട്ടിക്കകത്തുള്ള പുറമേ ഉള്ള ആൾക്കാരും എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ നമ്മളൊരിക്കലും പാർട്ടിക്ക് ഏതൊരു പാർട്ടി ആയാലും നമ്മൾ അതിനെതിരല്ല. ഒരു പാർട്ടിയെ നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മളൊരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പം ഞാൻ ഏതെങ്കിലും പാർട്ടിയിലുണ്ടായിരുന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നെ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, സാമ്പത്തികം വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ വാട്സപ്പ് ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പുകളും തുടങ്ങിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയും തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പൈസ തട്ടുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ ഉത്തരവാദിയല്ല. പൈസ തട്ടുന്നുണ്ട്, നിങ്ങളെ പേരും പറഞ്ഞു. എൻ്റെ പേരും പൈസ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിത് അറിയുന്ന പോലുമില്ല. പിന്നെ ഞാൻ ആരെയൊന്നും പൈസ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ എന്താണ്, എനിക്ക് പൈസ കൊണ്ട് സഹായമൊന്നും വേണ്ട. പൈസ കൊണ്ട് സഹായം വേണ്ട. എന്തെന്ന് വെച്ചാൽ നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് വേണം നമ്മളിനി പൈസ ഇതൊരു തട്ടിപ്പായിട്ട് കൊണ്ടു കിടക്കണമെന്നും പറഞ്ഞിട്ട് ജോലി ചെയ്യാതെ തട്ടിപ്പായിട്ട് എനിക്ക് ജോലി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർക്കാരിൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കാനുള്ള അധികാരം ഒരു മനുഷ്യനില്ലേ ഈ കേരളത്തിൽ? കൊച്ചു കേരളം, നമ്മളെ കേരളത്തിൽ അതിനുള്ള അവകാശം പോലും ഇല്ലേ എന്നാണ്. ഒന്നി പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ജോലിക്കെങ്കിലും പോവുക, അല്ലെങ്കിൽ എന്നെ ഈ ജോലിയിൽ തിരിച്ചെടുക്കുക. ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അവരുടെ അടുത്തോ മുൻവൈരാഗ്യമോ അവർക്ക് എൻ്റെ അടുത്തോ കാണൂല. എനിക്ക് അറിയത്തില്ല, പേഴ്സണലി അറിയത്തില്ല ഈ വ്യക്തികളെ. നിങ്ങളിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾ വളരെ അവശനാണ് ആൾ. ആ ഒരു പഴയ ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഇങ്ങനെ കിടന്ന് അലഞ്ഞ് കേസിൻ്റെ പിറകെ കിടന്ന് അലഞ്ഞാണോ ഇങ്ങനെ? അതേ മാനസികമായിട്ട് തളർന്നാണ്? അല്ല, കേസിൻ്റെ പിറകെ ഇങ്ങനെ പോയി പിന്നെ മോന് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ആയത്. മോന് ഒട്ടും വയ്യ, പനിയാണ്, കുഞ്ഞല്ലേ, 7 വയസ്സല്ലേ ആയുള്ളൂ. ഇപ്പം കണ്ടില്ലേ കിടക്കുന്ന, കണ്ടില്ലേ അവിടെ കിടക്കുക. അതാണ് അവസ്ഥ.
അപ്പോൾ ഈ പോലീസിൽ പിന്നെ തിരക്കിയായിരുന്നോ വേറെ എന്തെങ്കിലും അന്വേഷണത്തിന്റെ പുരോഗതി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, തിരക്കാൻ പോയില്ല. അന്നത്തെ അനുഭവം നിങ്ങളും കൂടെ കണ്ടോണ്ടിരിക്കുകയല്ലേ. അന്നത്തെ അനുഭവം പിന്നെ എങ്ങനെ തിരക്കുന്നത്? കാര്യമില്ല, നമ്മള് പോയി തിരക്കിയിട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് അതിന് നമ്മൾ അങ്ങനെ ചെല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെരുമാറി. ഇവരെ സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവകളാണ് പോലീസ് എന്നൊരു ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഇതിന്റെ അകത്തൊരു ഭാഗമായി വരുമല്ലേ? അതൊക്കെ എല്ലാം നേതാക്കൾ മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പൊ ഈ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ എത്ര രൂക്ഷ വിമർശനം അവർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് നാളെ ഒരു സമയത്ത് ആര്യ രാജേന്ദ്രൻ അതായത് മേയർ വന്ന് നിങ്ങളോട് സംസാരിക്കണം, ഇതൊരു കോംപ്രമൈസിൽ പോവാം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നിങ്ങളെ ജോലിയും കിട്ടും, ഈ കേസ് തേഞ്ഞ് വാങ്ങി പോട്ടെ, നമുക്കിങ്ങനെ മിണ്ടാതെ പോവാം, മിണ്ടാതിരിക്കാം, അവരോ അല്ലെങ്കിൽ ആരെങ്കിലും ആരായാലും ശരി തന്നെയാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരെ ഇവരെ കാര്യത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേസ് പരമായിട്ട് പോയാൽ മതി എന്നുള്ള വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കേസ് പരമായിട്ട് നീ നീന്തി നേടിക്കോളാനാണ് പറഞ്ഞത്. എനിക്കെന്തായാലും അതുവരെ എനിക്ക് ജോലിക്ക് കയറണ്ടേ. ഇതുവരെ ഒരു കേസ് അത് നടത്താൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ മൗലികമായിട്ട് എല്ലാ പൗരനും, ഇപ്പോൾ മേയറായാലും ഞാനായാലും ഇപ്പോൾ MLA ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ യാതൊരു വ്യക്തിയായാലും അവന് കേസ് നടത്തി അതിൻ്റെ ഭാഗത്ത് സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും. കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് തെളിവില്ലല്ലോ, അതല്ലേ സത്യം. തെളിവെന്ന് വെച്ചാൽ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ തെളിവുകൾ. പക്ഷെ ഇവർ ചെയ്തതിന് എല്ലാത്തിനും തെളിവുമുണ്ട്. പക്ഷെ അവരെ ഒന്നും പോലീസ് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. ഇങ്ങനെയൊക്കെ പോകുന്നിടത്തോളം കാലം നമ്മുടെ രാഷ്ട്രീയം ഒരു ഇതിലും എത്തൂല. അതാണ് കുഴപ്പം. നീതികേടായിട്ട് തെറ്റുകാരെ തെറ്റെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ചെയ്ത് നിയമത്തിന് വിധേയമാക്കുക. ആയിക്കഴിഞ്ഞാൽ പകുതി സോൾവ് ആവും. പക്ഷേ ഇത് അന്നേ ആവായിരുന്നു. ഇതൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ചിട്ടുണ്ട് MP. അതുപോലെ തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപിയും. അവരെ ആരെങ്കിലും കാണാനോ അല്ല അതുവഴി എന്തെങ്കിലും നീക്കം നടത്താനോ എന്തെങ്കിലും ഇതുണ്ടോ? എനിക്ക് ശശി തരൂർ സാറിനെ കാണണമായിരുന്നു. കാണാൻ പോകും, ഉടനെ 2 ദിവസത്തിനകത്ത് പോവും. കാണാൻ ഞാൻ നോക്കി 2-3 പ്രാവശ്യം നോക്കിയിട്ടും പറ്റിയില്ല. എനിക്കതിന് മാത്രമുള്ള പിടിപാടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കയറി കണ്ട് അന്ന് ഇവിടെ പര്യടനമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കാണാനൊന്നും പറ്റിയില്ല. അതിനുള്ള സപ്പോർട്ടുകൾ നമുക്കില്ല. അതാണ് കുഴപ്പം. ഇനി 2 ദിവസത്തിനകത്ത് പോയി കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ കുറേ ഇതുണ്ടല്ലോ, അവിടുത്തെ കാര്യം തന്നെ ഒത്തിരി ഉണ്ടല്ലോ. നമ്മൾ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് ശശി തരൂരാണല്ലോ. ആദ്യം സാറിനാണ് മുൻഗണന കൊടുത്ത് ചെയ്ത് നോക്കാം. എന്താണ് അഭിപ്രായം നോക്കട്ടെ. എന്തായാലും കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറെ കാലം കൊണ്ട് നമ്മൾ അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3-ാമത്തെ മാസത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ, ഈ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ ഇത് ആണ്. ജനങ്ങള് ഈ 3 മാസവും നിങ്ങൾ ജോലിക്ക് കയറിയിട്ടില്ല. അപ്പം നിങ്ങൾ അഥവാ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേസിൽ വരികയാണെങ്കിൽ ഈ 3 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതുണ്ട്. അത് അതിനെക്കുറിച്ച് സംസാരങ്ങൾ ചോദിക്കുമോ? അത് വക്കീലും കോടതിയൊക്കെ കിടക്കുകയില്ലേ, അതൊക്കെ കോടതി വഴിയും വക്കീൽ വഴിയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. അല്ലാതെ എനിക്കായിട്ട് ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ മന്ത്രിക്ക് മാത്രം, ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മാത്രം മനസ്സിലായില്ല ഇത്രയും ദിവസമായിട്ട്.